ഹായ് ഹലോ നമസ്കാരം. മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാലിമീഡ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ ചേന്നമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ചേന്നമംഗലത്തെ കാർത്തിക ചേച്ചിയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ചേച്ചി ഒരു ആർട്ടിസ്റ്റാണ്. ചേച്ചിയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഒപ്പം ചേട്ടനൊരു പണിയും കൊടുക്കാം. അതുമാത്രമല്ല ഇന്നത്തെ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ് ഇവർ സ്വന്തമാക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. ഓക്കെ. Once again, welcome to my choice പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാലിമി. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് കൂടുതൽ ഫണ്ണാക്കാൻ വേണ്ടിയിട്ട് കാർത്തിക ചേച്ചിയും ചേട്ടനുണ്ട്. ചേച്ചി നമസ്കാരം. ചേട്ടാ യെസ്. അപ്പോൾ ചേച്ചിയെ സൂര്യ ടി വി പ്രേക്ഷകർക്കൊക്കെ കുറെ പേർക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പൊ ചേച്ചി തന്നെ ഒരു ഇൻട്രോ, നമുക്കൊരു ചടങ്ങുണ്ട് എല്ലാ ചേച്ചിമാരെ കൊണ്ടും ഇൻട്രോ പറയിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ ചേച്ചി അങ്ങ് പറഞ്ഞാലും. എൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ സൂര്യ ടി വിയിൽ ചട്ടമ്പിപ്പാറ എന്ന് പറഞ്ഞ സീരിയലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നേരത്തെ ആനന്ദരാഗമാണ് ചെയ്തത്. പിന്നെ മറ്റേ ചാനലുകളിൽ ഞാൻ ചെറിയ ഇത് ചെയ്യുന്നുണ്ട്, വേറെയും ചാനലുകളിൽ. എത്ര വർഷമായി കാണും? ഏകദേശം 4 വർഷമായി. അപ്പൊ എങ്ങനെയായിരുന്നു ഒരു കരിയർ സ്വിച്ച്, ഇങ്ങനെ ഈ ഒരു സീരിയൽ സിനിമ മേഖലയിലേക്ക് കടക്കണമെന്നുള്ളൊരു പ്ലാൻ വന്നത് എങ്ങനെയായിരുന്നു? ചെറുപ്പം മുതലേ ഉള്ളതാണ്. ശരി, ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ഇതിനകത്തേക്ക് വരണം, അഭിനയിക്കണം എന്നുള്ളത്. അതിപ്പോഴും അത്രയും കട്ടിക്ക് നിൽക്കാണ്. അതുകൊണ്ട് തന്നെ കുറെ ട്രൈ ചെയ്തിട്ടാണ് ഇതിലേക്ക് എത്തിയത്. ആദ്യം എനിക്ക് കോണ്ടാക്ട്സ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അത് ഇങ്ങനെ കളക്ട് ചെയ്ത് അതിലേക്ക് വരെയാണ് ചെയ്തത്. കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലും യൂത്ത് ഫെസ്റ്റിവലിലും കാര്യങ്ങളൊക്കെ പങ്കെടുത്ത്? ഉണ്ടായിരുന്നു. ഡാൻസ് അതിനായിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. പാട്ട് പാടുമല്ലോ? ഇല്ല. ശരി. അപ്പൊ ചേട്ടന്റെ പേര് മനോജ്. ഓക്കെ. അപ്പൊ മനോജ് എന്താ ചെയ്യുന്നത്? ഞാൻ KSEBില് ലൈൻമാനായിട്ട് വർക്ക് ചെയ്യും. അത് ശരി. ഇപ്പൊ ഇന്ന് ലീവ് എടുത്ത് വന്നേക്കണോ? ഇത് പറഞ്ഞാൽ ഒരു ദിവസത്തെ വർക്ക് പോയോ ഞങ്ങൾ കാരണം? ഇല്ല, ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക്. നൈറ്റ് ഡ്യൂട്ടി ഞാൻ അതാണ് ആലോചിച്ചിരുന്നത്. അതായത് KSEBിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് റെസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല, പ്രത്യേകിച്ച് മഴക്കാലത്ത്. ചേച്ചിക്ക് ആ ഒരു പരാതി ഉണ്ടോ ചേട്ടനെ കിട്ടുന്നില്ല എന്നുള്ളത്? ചേട്ടന് ഇതേപോലെ നൈറ്റ് ഡ്യൂട്ടി ആണോ? എങ്ങനെയാ വരുന്നത്? ഇല്ല, അങ്ങനെയല്ല. ആഴ്ചയില് 4 ദിവസം കൂടുമ്പോൾ നൈറ്റിന് മാറിയിട്ട് വരും, റൊട്ടേഷനായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് സൺഡേ ഹോളിഡേ ആണെന്നൊന്നുമില്ല, എല്ലാ ഡ്യൂട്ടിയിലും നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അങ്ങനെയാണ്. ഞങ്ങളുടെ വീട്ടിലൊക്കെ സാധാരണ കറണ്ട് പോകുന്നത്, ഞങ്ങളുടെ വീട്ടിൽ നിന്നല്ലേ, നിങ്ങൾ കാണുന്ന നിങ്ങളുടെ വീട്ടിലാണെങ്കിലും കറണ്ട് പോയി കഴിഞ്ഞാൽ അപ്പം വിളിക്കും KSEB. ഭയങ്കര നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർക്ക് ഭയങ്കര പ്രഷർ കൂട്ടിട്ട് അവർ ഫോൺ എടുത്ത് പുറത്തെടുത്ത് വെക്കില്ല. അതാകെ ഒരു ഫോണല്ലേ ഉള്ളൂ. എത്രയും കൺസർ ഒരുമിച്ച് വിളിച്ചാൽ കിട്ടില്ല. എനിക്ക് അനുഭവം ഉണ്ട്. നിങ്ങളുടെ ഒരു ഫോണിലേക്ക് നമ്മൾ 4 പേര് വിളിച്ചാലും കിട്ടും, ഒരു സമയം കിട്ടൂല. എന്ത് ചെയ്താലും ഞാൻ എന്റെ KSEB തള്ളി പറയാൻ സമ്മതിക്കില്ല. ചേട്ടൻ എങ്ങനെയാ ഇതേപോലെ പ്രഷർ ഉണ്ടാവാറുണ്ടോ? പ്രഷർ ഞാൻ ബോഡിക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് ഇത് ധാരണയായിരുന്നു, ഇങ്ങനെയായിരുന്നു മാറ്റിവെക്കലാണെന്നു. പക്ഷെ ഞാൻ ബോർഡിൽ ജോലി കയറിയ ശേഷം എനിക്ക് മനസ്സിലായി ഇത് സത്യാവസ്ഥ ഇതാണെന്നുള്ളത്. കാരണം ആകെ ഒരു 30,000 കൺസ്യൂമർ ഉണ്ടാവും. ആ കൺസ്യൂമർ എല്ലാവരും കൂടി ഈ ഒരേ ഫോണിലേക്ക് വിളിച്ചിട്ട് എന്തെങ്കിലും അവസ്ഥ കിട്ടില്ല. അത്രേ ഉള്ളൂ. ഇവിടെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും കറണ്ട് പോകുമ്പോ അതേ മനോജേട്ടാ ഇങ്ങോട്ട് വാ, ഇവിടെ കറണ്ട് പോയി എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ഇവിടെ ആരൊക്കെയുണ്ട് വീട്ടില്? ഞാനും ഏട്ടനും 2 മക്കളുമാണ്. ഓക്കെ. അവരെന്താ ചെയ്യുന്നത്? മോള് ഡിഗ്രിക്ക് പഠിക്കുന്നത്, മോൻ ഇപ്പൊ +2-ലാണ്. അപ്പോ ചേച്ചി നമുക്ക് ആ സർപ്രൈസ് അങ്ങ് പൊട്ടിച്ചാലോ? പൊട്ടിക്കാം. ചേട്ടാ, ഞങ്ങൾ ഇവിടെ വന്നത് ചേച്ചി വിളിച്ച് ചേട്ടനൊരു മുട്ടം പണി തരാൻ വേണ്ടിയിട്ടാണ്. എന്ത് പണി കൊടുക്കാൻ ചേച്ചി? എന്ത് പണിന്ന് വെച്ചാ അടുക്കളയിലെ ആള് വലിയ ഇതിലൊന്നും സഹായം വന്ന് നിൽക്കും, എന്തെങ്കിലുമൊക്കെ ഇതാ ചെയ്യുമെന്നല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും ആർക്കൊന്നും അറിയാൻ പാടില്ല. അപ്പൊ ഇന്നിപ്പോ എന്തെങ്കിലും ചെയ്യിക്കാം എന്നുള്ളൊരു ഇതിലാണ്. അതെനിക്ക് കിട്ടി ഇവിടെ. ഓക്കെ. അപ്പൊ എന്ത് പണി കൊടുക്കാം നമുക്ക്? ഇന്നിപ്പോ എപ്പോഴും എല്ലാ ദിവസവും രാവിലെ തന്നെ ആക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വേണം. അപ്പൊ കൂടുതൽ ഇഷ്ടം വെള്ളയപ്പമാണ്. അപ്പൊ ഞാനത് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇന്നിപ്പോ ആളുണ്ടാക്കട്ടെ, അത് ഞാൻ അതാ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ച് വെള്ളയപ്പത്തിൽ നിന്ന് പാലപ്പത്തിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും, കുഴപ്പമില്ല. എനിക്ക് രണ്ടായാലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നു പൊടി, പാലപ്പൊടി. മൈ ചോയ്സിന് നല്ലൊരു അടിപൊളി ഈസി പാലപ്പം പൊടി വെച്ച് ചേട്ടനൊരു പാലപ്പം ഉണ്ടാക്കി തരണം. ചേട്ടാ റെഡി അല്ലേ? എവിടെയാണ് കിച്ചൺ? ഓക്കെ. അപ്പൊ ഞങ്ങൾ അങ്ങ് പോവുകയാണ്. ചേച്ചിയെ വിളിക്കാം. ഓക്കെ. കാർത്തികേയ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വന്നേക്കണം. ഓക്കെ. ചേട്ടാ, നല്ലൊരു 8ന്റെ പണി തന്നെയാണ് ചേട്ടന് തന്നേക്കുന്നത്. എന്തെങ്കിലും അപ്പം ഉണ്ടാക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടോ കിച്ചണില്? ഇല്ല, ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, ശരിയായിട്ടില്ല. ഇത്തവണ അതല്ല, നമുക്ക് അതൊക്കെ തിരുത്തി കൊടുക്കണം.
ഓക്കെ, അത് തിരുത്താൻ വേണ്ടി മൈ ചോയ്സിന്റെ നല്ലൊരു അടിപൊളി ഈസി പാലപ്പൊടിയാണ് ഞങ്ങൾ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ ഈ പാലപ്പൊടി വെച്ചിട്ട് നല്ലൊരു പാലപ്പം ഉണ്ടാക്കി ചേച്ചിനെ ഞെട്ടിക്കണ്ട നമുക്ക്. ശ്രമിക്കാന്നല്ല, അത് ചെയ്തിരിക്കണം. ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഓക്കെ ശരി. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ തന്നെ അതങ്ങ് വായിച്ച് ഒരു ഓളത്തിൽ അങ്ങ് ചെയ്യാം. എന്തൊക്കെയാ ചേട്ടാ വേണ്ടത് അതിനകത്ത്? എന്തൊക്കെയാ എഴുതിയേക്കണേ? ഷുഗർ ഉണ്ട്, സാൾട്ട്, വെള്ളം, ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിക്കണം. അടിച്ചിട്ട് നമുക്കത് ഒരു 40-45 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ശരി, അപ്പൊ നമുക്ക് ചെയ്യാം. ഓരോന്ന് എവിടേക്കാന്ന് അറിയോ? ജാറങ്ങ് എടുക്കാം. എത്രയാണ്? 4 ടേബിൾ സ്പൂണാണ്. അത് ഫുൾ ഇതിനായിരിക്കും കേട്ടാ. ആക്ച്വലി 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇടേണ്ടത്. പക്ഷെ നമ്മൾ ആ പാക്കറ്റിന്റെ പകുതി എടുത്ത കാരണം അതിന്റെ പകുതി 4ന്റെ പകുതി 2 ടേബിൾ സ്പൂൺ ആണ് പഞ്ചസാര ഇട്ടേക്കുന്നത്. അതേപോലെ തന്നെ ഉപ്പും അങ്ങനെ ആഡ് ചെയ്തേക്കുന്നത്. ചേട്ടൻ വളരെ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നത്. മിക്സിയിൽ അടിക്കാൻ സമയമായിരിക്കുകയാണ്. ഓക്കെ, എല്ലാം ആഡ് ചെയ്തല്ലോ അല്ലേ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്? ഒന്നുകൂടെ വായിച്ചു വെക്കണോ? വേണ്ട. വേണമെങ്കിൽ ഒന്ന് തുറന്നു നോക്കിയിട്ട് വെള്ളം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തേ കിട്ടോ? വെള്ളം കറക്റ്റാ. വെള്ളം കൂടി കഴിഞ്ഞാൽ പാലപ്പം ഇങ്ങനെ കിടങ്ങും, കഞ്ഞിവെള്ളം പോലെ ആയി പോകും. കുറച്ചുകൂടി എടുക്കാം. ഓക്കെ, കറക്റ്റാണ്. നല്ല ടെക്സ്ചറൊക്കെ കറക്റ്റ് ഒരു മാവിന്റെ സാധനമൊക്കെ വന്നിട്ട്. അപ്പൊ ചേട്ടനെ അറിയാം, വെറുതെ നുണ പറഞ്ഞതാണല്ലേ? എനിക്കറിയില്ല ചെയ്യുന്നത്. എന്തായാലും ആദ്യത്തെ പ്രാവശ്യം ചെയ്യുന്നതിന് ചേച്ചി ഞെട്ടും, അല്ലെങ്കിൽ നമ്മൾ ഞെട്ടിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തിട്ട് ബാറ്റർ ഇങ്ങനെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. പക്ഷേ ഇത് ഇനിയും റെഡി ആവണമെങ്കിൽ ഒരു മണിക്കൂർ അല്ലെ 45 to 1 മണിക്കൂർ നമ്മൾ കാത്തു നിൽക്കണം. നമ്മുടെ ബാറ്റർ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആയെന്ന് നോക്കിയാലോ ചേട്ടാ? നോക്കാം. ചേട്ടൻ അറിയോ നോക്കാൻ? എനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെ അറിയും നമ്മൾ റെഡി ആയോന്ന്? 1 മണിക്കൂറായില്ലേ? അപ്പോൾ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. വീട്ടിലമ്മമാരൊക്കെ ഉണ്ടാക്കുന്നത് ഏതാണ്ട് ഈ ഒരു പരുവത്തിലാണ്. ഓക്കെ, യെസ്. അപ്പോൾ എന്തായാലും മൈ ചോയ്സ് ഈസി പാലപ്പം പൊടി കൊണ്ടുണ്ടാക്കിയ നമ്മുടെ പാലപ്പത്തിന്റെ ബാറ്റർ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്തത് പരിപാടി തുടങ്ങാം. ഓക്കെ, ചട്ടി വേണ്ടേ? ചട്ടി വേണം. ചട്ടി എവിടെ? അപ്പച്ചട്ടി. എന്തായി ചേട്ടാ, ചൂടായോ? ചട്ടിയെല്ലാം ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിക്കണ്ടേ നമ്മള്? നോൺ സ്റ്റിക്ക് അല്ലേ? ഓഹോ, കറക്റ്റ് ഷേപ്പ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ശരി, ഞാൻ ഒരു ചേട്ടന് ഒന്നും അറിഞ്ഞൂടാന്നാണ്. അറിയില്ല, ചെയ്ത് കണ്ടിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് നമ്മൾ ഇത് എത്ര സമയം വെക്കണം? ഇതൊരു 2 മിനിറ്റ് തോന്നണം. അങ്ങനെയൊക്കെയാണ് ചെയ്യണം, കണ്ടിട്ടുള്ളത്. എങ്ങനെയാ പൊതുവെ ചേട്ടൻ കുക്കിങ്ങിൽ താല്പര്യമുണ്ട്. പക്ഷേ ചേച്ചി സമ്മതിക്കാറില്ല. കുക്കിങ്ങിൽ താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ ചേച്ചി സമ്മതിക്കാറില്ല. സാറിൽ ഇന്നത്തോടെ ആ പരാതി ഞാൻ തീർത്ത് തരാം. ചേച്ചി ഇനി എന്നും അടുക്കളയിൽ ചേട്ടനെ പറഞ്ഞുവിടും. ചേട്ടാ, ആദ്യത്തെ പാലപ്പം ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്. സാരമില്ല, എനിക്ക് തോന്നുന്നു തീ കുറച്ച് കൂട്ടി വെച്ച് തന്നെ തോന്നുന്നുണ്ട്. കുറച്ചോ? കുറച്ച് ഇനി ആ പ്രശ്നം ഉണ്ടാവില്ല.
എല്ലാം ഓരോ അനുഭവങ്ങളാണല്ലോ. ആണല്ലോ. ഫസ്റ്റ് ചെറുതായിട്ടൊന്ന് പോയി. സാരമില്ല, നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. നമുക്ക് ഇത് ഉണ്ടാക്കിയത് ചേച്ചിയോട് പറയണ്ട, നമുക്ക് അടുത്തത് തൊട്ടിട്ട് കാണിക്കാം. ഓക്കെ. ചേട്ടന്റെ ഫേവറേറ്റ് ഡിഷൊക്കെ എന്തൊക്കെയാണ്? എൻ്റെ ഇതിന് വെള്ളയപ്പം, മുട്ടക്കറി, അങ്ങനെയൊക്കെയാണ്. നോൺ വെജ് ഒക്കെ കഴിക്കാറുണ്ടോ? നോൺ വെജ് ചിക്കൻ എന്തൊക്കെ മാത്രം കഴിക്കാറുണ്ട്. ഇവിടെ വീട്ടില് മക്കളൊക്കെ ആണെങ്കിലോ? വീട്ടില് ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. വേറെ നല്ല മകൻ ഇങ്ങനെ അമ്പലത്തില് പൂജയ്ക്ക് പോകണം. അത് ശരി. ഓക്കെ. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചേക്കൂ ചേട്ടാ. അപ്പൊ ചേട്ടന് നോൺ വെജ് കഴിക്കണമെന്ന് തോന്നുമ്പോ എന്ത് ചെയ്യും? ഹോട്ടലിൽ പോയി നോൺ വെജ് കഴിക്കും, ചിക്കൻ കഴിക്കുള്ളൂ. അത് ശരി. എങ്ങനെയാണ് കൂടെ വർക്ക് ചെയ്യുന്നവരുടെ കൂടെ നിങ്ങൾ ഒരു ജോളി മൂഡിൽ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്? എങ്ങനെയാണ്? കാരണം KSEBിൽ വർക്ക് ചെയ്യുന്നവർ 24 മണിക്കൂറും ബിസി ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് കോള് വരും അങ്ങനെ റെഡിയായി നിൽക്കാൻ? കോള് വന്നോണ്ടിരിക്കും. അത് ശരി. സമയം പോയി. ഞാനൊന്നും മിണ്ടുള്ള, ഞാൻ സംസാരിച്ചു എന്നിട്ട് ചേട്ടൻ്റെ അത് കരിഞ്ഞു എന്നാ പറയണേ. ഞാൻ തിരിഞ്ഞു കേട്ടെ, നീ എന്നെ പറയണ്ട. ചേട്ടാ 3 എണ്ണം ഓൾറെഡി കഴിഞ്ഞു. 4ാമത്തെ ഇത് ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല ഇഷ്ടമായെന്ന് തോന്നുന്നു കുട്ടിക്ക്. ചേട്ടൻ എത്ര എണ്ണാണോ ഉണ്ടാക്കാൻ തോന്നുന്നത് അത്ര ഉണ്ടാക്കിയോ. അതിനുള്ള മാവുണ്ട് നമ്മുടെ കയ്യിൽ. ചേട്ടന് മതിയാവുമ്പോൾ ചേട്ടൻ നിർത്തിക്കോ. ഇപ്പോഴാണ് ട്രാക്കിൽ വന്നത്. യെസ്, 2 എണ്ണം അതിവിദഗ്ധമായി കരിയാതെ ചേട്ടൻ എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇനി ചേച്ചി ഞെട്ടും. ഈ KSEBിൽ നിങ്ങൾക്ക് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ ഇതൊക്കെ ഉണ്ടാവുമോ? ട്രാൻസ്ഫർ ഉണ്ട്. ഇപ്പൊ എവിടെയൊക്കെ ചേട്ടൻ കേരളത്തിന്റെ എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്? ഞാൻ ഇവിടെ മാത്രം ആലുവ സൈഡ് മാത്രം ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ എത്ര വർഷമായിട്ട്? ഇപ്പൊ ഞാനിവിടെ ഒരു 12 വർഷമായി. 2 സ്ഥലങ്ങളിൽ ഇങ്ങനെ മാറിയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ മലബാർ സർവീസ് ഉണ്ട്. ഞങ്ങൾക്കതൊരു ഇതിൽ വരും, ഓർഡർ അനുസരിച്ച് നമ്പർ അനുസരിച്ച് വരും. ശരി. അപ്പോൾ ഞങ്ങൾക്ക് അതിന് 1 വർഷം കൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കണ്ണൂരോ കാസർഗോഡൊക്കെ പോകും. ആണോ? ചേട്ടൻ മാറേണ്ടി വരും ഈ വർഷം കഴിഞ്ഞാൽ? വേണ്ടി വരും. അത് ശരി. ഓക്കെ. ഓക്കെ. 3 എണ്ണം ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട് ചേട്ടാ. ഹാപ്പി ആയോ? അപ്പൊ നമുക്ക് എന്താ ഒരു കാര്യം ചെയ്യാം, ചേച്ചിനെ വിളിച്ചാലോ? എല്ലാം പഠിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. 5 എണ്ണം റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് 2 എണ്ണം കരിഞ്ഞു പോയി. ചേട്ടാ അത് ഓഫ് ചെയ്തേക്ക്. ഓക്കെ, ശരി. യെസ്. അപ്പൊ നമുക്ക് ഈ ഒരു സന്തോഷ മുഹൂർത്തത്തിൽ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടി ചേച്ചിനെ വിളിച്ചാലോ? ചേട്ടൻ വിളിച്ചോളൂ. ശരി ചേച്ചി. കണ്ടോ, എന്താണ് അഭിപ്രായം? നോക്കട്ടെ, കഴിച്ചോക്കട്ടെ. ആദ്യത്തേക്ക് കരിച്ചു വെച്ചിട്ടുണ്ടല്ലേ, കുഴപ്പമില്ല, പഠിച്ചു വരുന്നില്ല. പക്ഷെ അതിനുശേഷം 3 എണ്ണം നന്നായിട്ടുണ്ട്. കണ്ടിട്ട് കുഴപ്പമില്ല. മധുരം ഇത്തിരി കുറവാ, എന്നാലും കുഴപ്പമില്ല. ഞാൻ കേട്ടിനി നല്ല ഇതായിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് പാകം കേട്ടോ. അതെ, ഇനി ഉണ്ടാക്കാം. പോരാത്തത് ഞങ്ങൾ ഒരു ഹാഫ് പാക്കറ്റോളം മാവ് ഞങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ മൈ ചോയ്സിന്റെ പൊടി തന്നിട്ടുണ്ട്. ചേട്ടൻ കഴിക്കണല്ലേ? ഞങ്ങളെ കൊണ്ട് കഴിപ്പിച്ച്. ചേട്ടൻ കഴിച്ചിട്ട് എന്താ അഭിപ്രായം നോക്കട്ടെ. ഞാൻ ഉണ്ടാക്കി തന്നെ പോലെ ആയിട്ടുണ്ട്. അതിലും മനോഹരമായിട്ടുണ്ട് എന്ന് പറയാൻ തോന്നുന്നുണ്ടോ? മധുരത്തിൽ കുറവുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഓക്കെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ആദ്യത്തെ 2 എണ്ണം കരിഞ്ഞു, അതും ഒന്നും വിഷയമല്ല. ബാക്കിയുള്ളത് അതുക്കും മേലെ ചേട്ടൻ അച്ചീവ് ചെയ്തു. ചേച്ചി അറിയാതെ നമ്മുടെ പ്രോഗ്രാമിന്റെ രീതി, ചേട്ടന്റെ ടാസ്ക് കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? ചേച്ചിയുടെ ടാസ്ക്. ഓക്കെ, അപ്പൊ എന്തായാലും ഗെയിമിലേക്ക് കടക്കുകയാണ്. അത് ജയിച്ചു കഴിഞ്ഞാൽ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ. എവിടെ പോകും നമ്മൾ?
ഡിന്നർ കഴിക്കാൻ പോകും. യെസ്, എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഇവിടെ? ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഡിന്നർ കഴിക്കണം. ഡിന്നർ കഴിക്കാം. ഓക്കെ, സോ ഗെയിമിംഗിലേക്ക് കടക്കുകയാണ്. അങ്ങനെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റിലേക്ക് ഞാൻ അങ്ങനെ വന്നിരിക്കുകയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവിടെ ഈ ഒരു സെഗ്മെന്റിലാണ് ഈ ഇന്നത്തെ എപ്പിസോഡിന്റെ വിധി എഴുതുന്നത്. നിങ്ങൾക്ക് മറ്റേ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് ചേച്ചിക്ക് അറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾ ഗെയിമിലേക്ക് കിടക്കാം. ചേച്ചി എന്ത് തോന്നുന്നു ഗെയിമൊക്കെ കണ്ടിട്ട്, ഈ പ്രോപ്പർട്ടീസ് കണ്ടിട്ട്? നല്ലൊരു ടാസ്ക് നല്ലൊരു ടാസ്ക് തന്നെയാണ്. ചേട്ടന് കൊടുത്തപ്പോ ആലോചിച്ചില്ലല്ലോ ഇങ്ങനെ ഒന്നുണ്ടെന്ന്. പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഗെയിം എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവിടെ 6 കുപ്പി വെച്ചിട്ടുണ്ട് ചേച്ചിക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യം എടുക്കുക, 1 ഇങ്ങനെ വെക്കുക, 2 എടുക്കുക, ഇങ്ങനെ വെക്കുക, 3 എടുക്കുക, ഇങ്ങനെ വെക്കുക. ഇതേപോലെ 6 എണ്ണവും സ്ട്രെയിറ്റ് ലൈനിൽ വെക്കണം. സ്ട്രൈറ്റ് ലൈനിൽ വെച്ചതിന് ശേഷം ഈ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇവിടെ ഫസ്റ്റ് കമഴ്ത്തി വെക്കണം. അതിന്റെ മുകളിൽ ഈ ഒരു ഷോർട്ട് ഗ്ലാസ് ഇങ്ങനെ ഓപ്പൺ മുകളിലേക്ക് ആക്കിയിട്ട് ഇവിടെ വെക്കണം. എന്നിട്ട് ഇതിൽ നിന്നൊരു ബോൾ എടുക്കുന്നു, ഇവിടെ വെക്കുന്നു, എന്നിട്ട് ഒറ്റ ഊതി ഇതിന്റെ ഉള്ളിലേക്ക് പറഞ്ഞിട്ട് അങ്ങ് വീഴണം. പിന്നെ അടിപൊളി, പിന്നെ വീഴൂലെന്നാ ഇഷ്ടം പോലെ വീഴ്ത്തിട്ട് ഞാൻ എന്തോരം വീഴ്ത്തിട്ടെന്ന് പറയും. ഓക്കെ, ശരി ശരി, അപ്പൊ റെഡി അല്ലേ ചേച്ചി? ഇതിന്റെ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് 1 മിനിറ്റ് സമയത്തിനുള്ളിലാണ് ചേച്ചി ഇത് തീർക്കേണ്ടത്. ദൈവമേ, പേടിയല്ല, അത് വീഴോന്നുള്ളൊരു ടെൻഷൻ മാത്രമേ ഉള്ളൂ, പേടിയില്ല. ചേട്ടനോട് വെല്ലുവിളിച്ചിട്ട് വന്നേക്കാണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് വില കൊടുത്തു ഇത് വീഴ്ത്തണ്ടേ? അപ്പൊ ഇതൊക്കെ എടുത്തിട്ട് ഞാൻ പഴയ പോലെ ആക്കി വെക്കുന്നു. ഓക്കെ ഓക്കെ ചേച്ചി, ദേ എല്ലാം സെറ്റാണ്, പഴയ പോലെ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഗെയിം തുടങ്ങാം. അല്ല, ഈ 1 മിനിറ്റിനുള്ളിലാണ് ഇതെല്ലാം വെച്ചിട്ട് ചെയ്യേണ്ടത്. Okay, your time starts now. Okay. സമയായോ? ഇല്ല 10 സെക്കൻഡ് ആയിട്ടുള്ളൂ, ഇനിയുണ്ട് 50 സെക്കൻഡ്. സെക്കൻഡിൽ ബോട്ടിൽസ് ഒക്കെ നിരത്തി വെച്ചു. അങ്ങനെയല്ല. ഓക്കെ ചേച്ചി, 30 സെക്കൻഡ് ആയി. പെട്ടെന്ന് പണി തുടങ്ങിക്കോളൂ. ബോൾ എടുക്കൂ. ഇത് പോവോ? പോട്ടെ. 40 സെക്കൻഡ്, 20 സെക്കൻഡ് ഇനിയുള്ളൂ. കുറച്ച് ശക്തിയിലൂത് ചേച്ചി, കുറച്ച് പവർ കറക്റ്റ്. കമോൺ, ഒറ്റ ഫൂന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് മിസ് ചേച്ചി. 10 സെക്കൻഡ് ഇനിയുള്ളൂ. ഓക്കെ, 5 സെക്കൻഡ്, 4, 3, 2, 1 കഴിഞ്ഞു. ഞാൻ അവസാനത്തെ കൂടെ ഒരു അവസരം കൊടുത്തതാണ്, അതെങ്കിലും വീഴ്ത്തിട്ടേന്ന്. പക്ഷെ അത് വീണില്ല ചേച്ചി. സാരമല്ല, കുഴപ്പമില്ല. വിഷമമുണ്ടോ ചേച്ചിക്ക്? ചെറുതായിട്ട് വിഷമം. ചേട്ടനോട് ഇനി എന്ത് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടും? കാരണം ചേട്ടൻ വിചാരിക്കും ഇന്ന് രാത്രി ഹായ് നല്ല ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചെന്നായിരുന്നു. ഇനി സാരില്ല ചേച്ചി, ഒന്നും പേടിക്കേണ്ട. ഫുഡ് മാത്രമേ പോയിട്ടുള്ളൂ, വേറെയും ഒരുപാട് ഗിഫ്റ്റ്സ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ ചേട്ടാ, കണ്ടായിരുന്നോ ചേച്ചിക്ക്? എങ്ങനെ, എന്തായിരുന്നു ചേട്ടന്റെ ഒരു അഭിപ്രായം? ഇത്രയും ശ്രദ്ധിച്ച് ചെയ്യാമായിരുന്നു, അത്രയുള്ളൂ. വേറെ ലക്കാണല്ലോ എന്നാലും ചേട്ടൻ ഒരുപാട് ആഗ്രഹിച്ചില്ലേ ഭക്ഷണത്തിന് പുറത്തുനിന്ന് കഴിക്കാൻ? സാരമില്ല, പാലപ്പം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേ നിവർത്തിയുള്ളൂ. ഓക്കെ ശരി. അപ്പൊ രണ്ടുപേരും, ഒരാൾ സ്കൂൾ വിട്ട് വന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പിടിച്ചോണ്ട് വന്നേക്കാണ്. ഹായ് ബ്രോ, എന്താ പേര്? ആദിത്യ കിരൺ. ഓക്കെ, ഏത് സ്റ്റാൻഡേർഡിലാ? +2. ഓക്കെ, സൂപ്പർ. ബുദ്ധിമുട്ടായ ഞങ്ങൾ വന്നത്? വീട്ടിൽ വന്നപ്പോ ഇവിടെ കുറെ ആൾക്കാരും കുറെ ക്യാമറ, ഇവൻ ഞെട്ടി കാണുന്നത് എന്താ സംഭവിച്ചേക്കണേന്ന് കുറച്ച്. ഓക്കെ, ഇയാളുടെ പേര്? ഡിഗ്രിക്ക് പഠിക്കുന്നു അല്ലേ? ഏത് കോഴ്സ് എടുത്തേക്കുന്നത്? BSc Zoology. ശരി. അപ്പൊ എന്തായാലും ട്രീറ്റ് മാത്രമേ ചേച്ചിക്ക് മിസ്സായിട്ടുള്ളൂ. ഒരുപാട് ഗിഫ്റ്റ്സ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം തന്നെ മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസിന്റെ നല്ലൊരു സമ്മാനം. മൈ ചോയ്സ് പുട്ട്, 4 ആൾ അറിയുന്ന പുട്ട്. റിച്ച് ഇൻ ന്യൂട്രീഷൻ, സൂപ്പർ റിച്ച് ഇൻ ടേസ്റ്റ്. അടിപൊളി സമ്മാനം ബൈ സ്പൈസ് പുഡിംഗ് കേക്ക്. നെയ്യും വെണ്ണയും വേർതിരിക്കാത്ത യഥാർത്ഥ പശുവിന്റെ പാലും തൈരും, ഫാം ഹൗസിന്റെ നല്ലൊരു അടിപൊളി സമ്മാനം. രുചിയുടെ കല, വാക്യൂം ഫ്രൈഡ് ഹെൽത്തി സ്നാക്സ് ബൈ റസായിക്ക. ഓക്കെ, ഹാപ്പി ആയില്ലേ? ചേട്ടന് സന്തോഷമായില്ലേ? ഇനി അവിടെ ചെന്നിട്ട് ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞൂടെ? എല്ലാവരുടെ അടുത്തും പറയും ഞാൻ കുറെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയെന്നൊക്കെ പറയണം. ഓക്കെ, കൂട്ടത്തിൽ അവിടെ KSEBിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പണി കൊടുക്കുകയാണെങ്കിൽ അതും നമ്മൾ കൊട്ടേഷൻ എടുക്കുന്നതാണ്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ടിനോ പാർട്ട്ണർക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും പണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന മെയിൽ ഐഡിയിലേക്ക് ഡീറ്റെയിൽസ് അയച്ചോളൂ. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. എനിവേ, ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇറ്റ്സ് മീ അമീൻ സൈനിങ് ഓഫ് ഫ്രം മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലി. ബൈ.